നമസ്തേ. നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് പറയുന്നത്. ജൂലൈ 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. അതായത് മിഥുനം 31 തീയതി മുതൽ കർക്കിടക മാസം 5 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. അപ്പോൾ മിഥുനം 32 ബുധനാഴ്ച വൈകിട്ട് 5:32 ആദിത്യൻ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം 3-ാം പാദത്തിലാണ്. അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജൂലൈ 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. അവർക്ക് പൊതുവേ ഇപ്പോൾ ശുക്രൻ 2-ാം ഭാവത്തിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയം, ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യുന്ന സമയമാണ്. ലഗ്നാധിപനായ ചൊവ്വ, ചന്ദ്രലഗ്നാധിപനായ ചൊവ്വ 5-ാം ഭാവത്തിൽ. അപ്പോൾ കാര്യനിർവഹണ ശേഷി വർദ്ധിക്കും. മറ്റുള്ളവരുടെ ഇടയിലെ അംഗീകാരങ്ങൾ, ബഹുമാനങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ്. പക്ഷേ കേതുവും കൂടി 5-ാം ഭാവത്തിലുണ്ട്, പൂർവ്വ പുണ്യസ്ഥാനത്ത്. അതുകൊണ്ട് ബുദ്ധിഹീനതയോടെ പ്രവർത്തിച്ചിട്ട് ധനനഷ്ടങ്ങൾ വരുത്തുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. സന്താനങ്ങൾക്കും മാതാവിനും അത്ര അനുകൂലമായ സമയമല്ല. ബുദ്ധിഹീനതയോടെ പ്രവർത്തിക്കുക എന്നാൽ ചിലപ്പോൾ വാക്കുകൾ മൂലം പ്രവർത്തിക്കാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരാളുടെ കുറ്റവും കുറവും ഒക്കെ മറ്റൊരാളോട് പറയാതിരിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ കർമ്മ മേഖലയെയും കുടുംബ ബന്ധങ്ങളുടെ ഉലച്ചിലിനൊക്കെ ബാധിക്കാം. അങ്ങനെയൊക്കെയുള്ള സമയമാണിപ്പോൾ. അപ്പോൾ വാക്കിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക. പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അസമയത്ത് വാഹനമൊക്കെ ഓടിക്കാതിരിക്കുക. പിന്നെ മുറിവ്, പൊള്ളൽ, അപകടങ്ങൾ ഇതൊക്കെ വരാവുന്ന സമയമാണ്. സാഹസിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. 12-ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ ധനച്ചിലവുകൾ വരാം. അത് അപകടങ്ങൾ മൂലമൊക്കെ ആവാം. പിന്നെ ആദിത്യനാണെങ്കിൽ കർക്കിടകം രാശിയിലേക്ക് മാറും ബുധനാഴ്ച വൈകുന്നേരം മുതൽ. അപ്പോൾ 4-ാം ഭാവത്തിലേക്കാണ് അപ്പോൾ മേടക്കൂറുകാർക്ക് മാറുന്നത്. അപ്പോൾ മാനഹാനി, അപമാനം ഒക്കെ വരാവുന്ന സമയമാണ്. ആദിത്യൻ കർക്കിടകം രാശിയിൽ, അത് 4-ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമായ സമയമല്ല മേടക്കൂറുകാർക്ക്. ശനി 12-ാം ഭാവത്തിലാണ്. വ്യാഴമാണെങ്കിൽ മിഥുനക്കൂറിൽ, അപ്പോൾ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ അനുകൂലമായ സമയമല്ല മേടക്കൂറുകാർക്ക്. പൊതുവെ ഇവർക്ക് ആകെ അനുകൂലമായത് ശുക്രൻ 2-ാം ഭാവത്തിലുള്ള സഞ്ചാരമാണ്. ധനപരമായിട്ട് 2-ാം ഭാവത്തിൽ 2-ൽ തന്നെ സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ ധനപരമായിട്ടൊക്കെ അനുകൂലമാണ്. ലഗ്നാധിപനായ ചൊവ്വ ചിങ്ങൻ രാശിയിലുമാണ്. അപ്പോൾ കാര്യനിർവഹണ ശേഷിയൊക്കെ വർദ്ധിക്കാം. എങ്കിലും നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ ധനച്ചിലവുകൾ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ശ്രദ്ധയോടെ മേടക്കൂറുകാർ മുന്നോട്ട് പോവുക. അടുത്ത ഇടവക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ചന്ദ്രലഗ്നാധിപൻ ശുക്രൻ ലഗ്നത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയം. ഭാഗ്യാധിപനും കർമാധിപനും ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കാം. കാര്യനിർവഹണ ശേഷി വർദ്ധിക്കും. സാമ്പത്തിക ഗുണം കൂട്ടാം. കർമ്മ മേഖലയിൽ നമ്മൾ ഒരു സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാം. ജാതകത്തിലും കൂടി അനുകൂലമാവണം. മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനാദി കാര്യങ്ങളൊക്കെ ലഭിക്കാം. പക്ഷേ ലഗ്നാധിപനായ ശുക്രൻ 6-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആരോഗ്യരംഗം അത്ര അനുകൂലമാവില്ല. അലർജി രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ഗുഹ്യരോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് കർമ്മരംഗത്ത് പ്രവർത്തനക്ഷമത കുറയ്ക്കാം. പ്രവർത്തന രംഗത്ത് തടസ്സങ്ങളുണ്ടാക്കാം. ബുധൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ബുദ്ധിപരമായിട്ടൊക്കെ ഇടവക്കൂറുകാർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും. 4-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും കൂടി സഞ്ചരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുടുംബസുഖം കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ധനച്ചിലവുകൾ വരും. അപകടങ്ങൾ മൂലം ധനച്ചിലവുകളൊക്കെ വരാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. 2-ാം ഭാവത്തിലാണെങ്കിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നു. അപ്പോൾ അത് അഷ്ടമാധിപനും കൂടി ആയതുകൊണ്ട് കടം കൊടുത്താലൊക്കെ തിരികെ കിട്ടാൻ വളരെയധികം പ്രയാസവും അതിനെ ചൊല്ലി കലഹങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. യാത്രകളിലൂടെ സന്തോഷമൊക്കെ ലഭിക്കാവുന്ന സമയം. ആത്മവിശ്വാസം വർദ്ധിക്കുക. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ഇതൊക്കെ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ സാധിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങളും ഉണ്ടാകാം.
ആദിത്യൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ ഇടവക്കൂറുകാർക്ക് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ. എങ്കിലും ധനപരമായിട്ടൊക്കെ ഇടവക്കൂറുകാർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കഴിയും. സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധിക്കണം. യാത്രകളിലൂടെയുള്ള അപകടങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അടുത്ത മിഥുനക്കൂറുകാർക്ക് അടുത്ത ഒരാഴ്ച മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. മറ്റുള്ളവരിൽ കൂടുതൽ ആത്മവിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് ദോഷമായിട്ട് ഭവിക്കുന്ന സമയമാണ് മിഥുനക്കൂറുകാർക്ക്. മാതാപിതാക്കൾക്ക് അനുകൂലമല്ല, പ്രത്യേകിച്ച് പിതാവിന് അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്കൊക്കെ അനുകൂലമായ സമയമല്ല. രണ്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു. കർമ്മമേഖലയിൽ ഗുണമാണ്. പ്രവർത്തന മേഖലയിൽ പങ്കാളിയുടെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. കടബാധ്യതകളിൽ ആശ്വാസം ഉണ്ടാവുന്ന സമയമാണ്. സ്വപ്രയത്നം കൊണ്ടുള്ള ധനവർദ്ധനവ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വാചാലത കൂടും. അതുമൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമായതിനാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ വേറൊരാളോട് പറയാതിരിക്കുക. സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ 5-ാം ഭാവാധിപൻ 12-ൽ സഞ്ചരിക്കുന്ന സമയം ചില ധനച്ചിലവുകൾ, മനസ്വസ്ഥ കെടുത്തുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. അതൊക്കെ കരുതി ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. 10-ാം ഭാവത്തിലാണെങ്കിൽ ശനി മിഥുനക്കൂറുകാർക്ക് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അകാരണ ഭയം ഉണ്ടാകുന്ന സമയമാണ്. പിതൃക്ലേശങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ആശങ്കയും വിട്ടൊഴിയുന്നില്ല. ഒരു മന്ദത അല്ലെങ്കിൽ ഒരു അലസതയൊക്കെ വരാവുന്ന സമയമാണ്. ഭാഗ്യാധിപനായ ശനിയാണ് 10-ൽ. 10-ലെ ശനി പൊതുവേ ദുരിതങ്ങൾ നൽകും. പക്ഷേ വ്യാഴക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത്, അതിൻ്റെ ഒരു ഗുണമുണ്ട്. പക്ഷേ അഷ്ടമാധിപനും 9-ാം ഭാവാധിപനുമായ ശനിയാണ് മിഥുനക്കൂറുകാർക്ക് ചില ഉന്നത സ്ഥാനങ്ങൾ കർമ്മരംഗത്ത് ലഭിക്കാവുന്ന 2.5 വർഷം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 8-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില ദുരിതങ്ങൾ നൽകുന്ന സമയമാണ്. ലഗ്നത്തിലാണെങ്കിൽ വ്യാഴം, അത് 10-ാം ഭാവത്തിലാണ്. അപ്പോൾ അധിക ഉത്തരവാദിത്തങ്ങൾ, പെട്ടെന്നുള്ള സ്ഥാനഭ്രംശങ്ങൾ ഇതൊക്കെ വരാം. കർക്കിടകം രാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന സമയം വരുമ്പോൾ കർക്കിടക മാസത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന 2-ാം ഭാവത്തിലാണ് മിഥുനക്കൂറുകാർക്ക്. അപ്പോൾ മനോവ്യസനങ്ങൾ വിട്ടൊഴിയില്ല. പൊതുവേ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ചില ദുരിതാനുഭവങ്ങളും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഒരാളുടെ കുറ്റമൊക്കെ മറ്റൊരാളോട് പറയാതിരിക്കുക. കർമ്മരംഗത്താണെങ്കിലും മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അടുത്തത് കർക്കിടകൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടകൂറ്. കർക്കിടകൂറിന് 9-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. അഷ്ടമത്തിൽ സർപ്പം സഞ്ചരിക്കുന്നു. അപ്പോൾ ആശങ്ക വിട്ടൊഴിയുന്നില്ല. ശാരീരിക ക്ലേശങ്ങൾ വിട്ടൊഴിയുന്നില്ല. അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, വാതരോഗങ്ങൾ ഇതൊക്കെ അലട്ടാവുന്ന സമയമാണ്. കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരാം. എങ്കിലും വീടുമായി ബന്ധപ്പെട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. അന്യദേശവാസം വേണ്ടി വരാം. പൊതുവേ അവർക്ക് ഇപ്പോൾ ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നു. 4-ാം ഭാവാധിപനാണ് ശുക്രൻ, 11-ാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ. അപ്പോൾ ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ ഈ ശുക്രൻ്റെ 11-ലെ സഞ്ചാരം. അപ്പോൾ സ്വപ്രയത്നം കൊണ്ട് ധനം ഉണ്ടാക്കാവുന്ന സമയം, പങ്കാളിയുടെ സഹായം ലഭിക്കുക, പൊതുവെ പറഞ്ഞൊരു ആഗ്രഹ സഫലീകരണമൊക്കെ ലഭിക്കാവുന്ന സമയമാണ് ശുക്രൻ്റെ 11-ലെ സഞ്ചാരം. ദാനശീലത്വം കൂടും, പരോപകാരത്വം കൂടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കർക്കിടകൂറുകാർ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ ഇപ്പോൾ ലഭിക്കാതിരിക്കാനുള്ള സമയം കൂടിയാണ്. പിന്നെ നമ്മുടെ വാക്കുകൾ മൂലം ചില അനർത്ഥങ്ങൾ, സഹോദര ക്ലേശങ്ങൾ. വ്യാഴമാണ് ഈ കർക്കിടകൂറുകാർക്ക് 12-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈശ്വരാധീനം കുറയുന്ന സമയമാണ്. ഗാർഹിക പ്രശ്നങ്ങൾ കൂടുന്ന സമയമാണ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കുടുംബ ബന്ധങ്ങളിലെ, ബന്ധുക്കളുടെ ഇടയിലെ, മിത്രങ്ങളുടെ ഇടയിലൊക്കെ ശ്രദ്ധിച്ച് പോകണം. ഒരു ഭാഗ്യഹാനി വരാവുന്ന സമയം. ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം നമുക്ക് വേണ്ട കാര്യങ്ങളിൽ വേണ്ട സമയത്ത് ലഭിക്കാതിരിക്കുക. പക്ഷേ പൊതുവെ പങ്കാളിക്ക് അനുകൂലമാണ്. ആദ്യത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള സഞ്ചാരം കുറച്ച് ആയാസവും ഒക്കെ
കൂട്ടുന്ന സമയം കൂടിയാണെന്ന് മനസ്സിലാക്കി പോകണം. അടുത്തത് ചിങ്ങക്കൂറുകാരുടെ കാര്യം. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ശനിയാണെങ്കിൽ 8-ൽ സഞ്ചരിക്കുന്നു, രാഹു ആണെങ്കിൽ 7-ൽ സഞ്ചരിക്കുന്നു, ലഗ്നത്തിലാണെങ്കിൽ ചൊവ്വയും കേതുവും ഒക്കെ സഞ്ചരിക്കുന്നു. ചന്ദ്രലഗ്നാധിപനാണെങ്കിൽ 12-ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തു ചാടിയുള്ള ചില വാക്പ്രയോഗങ്ങൾ, പ്രവൃത്തികൾ, ഇതൊക്കെ സാമ്പത്തിക ബാധ്യതകൾ വരുത്താവുന്ന സമയമാണ്. ധനപരമായിട്ട് ഗുണമാണ് ലഗ്നത്തിൽ ചൊവ്വയും ഒക്കെ സഞ്ചരിക്കുന്നത്. കാരണം 4-ഉം 9-ഉം ഭാവാധിപനാണ് ചൊവ്വ. അപ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യും. എങ്കിലും ബുധൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ധനം തികയാതെ വരും. 2-ാം ഭാവാധിപനാണ് ബുധൻ. അത് 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ധനം തികയാതെ വരും. ശനിയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. 8 സഞ്ചരിക്കുമ്പോൾ ത്വക്ക് രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, മാതാവിന് അത്ര അനുകൂലമില്ല, മാതൃക്ലേശങ്ങൾ. ലഗ്നത്തിലാണെങ്കിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു. അപ്പോൾ സാഹസിക പ്രവൃത്തികൾക്ക് മുതിരാതിരിക്കുക. അപകടങ്ങൾ, പൊള്ളൽ, മുറിവ്, ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വരാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കുറച്ച് ലഗ്നത്തിലെ കേതുവും കൂടി സഞ്ചരിക്കുമ്പോൾ കുറച്ച് അഹങ്കാരം, അഹംബോധം കൂടിയിട്ട് എടുത്തു ചാടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക, ചില വാക്പ്രയോഗങ്ങൾ നടത്തുക, അത് നിയമ നടപടികൾ കൊണ്ടുവന്ന് എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ്. 7-ാം ഭാവത്തിലാണെങ്കിൽ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാം. പ്രണയ വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരാം. സ്ത്രീകൾ നിമിത്തം ചില ദോഷങ്ങൾ വരാം. കാരണം ശുക്രൻ 10-ാം ഭാവത്തിലാണ്. അപ്പോൾ ചില ദോഷങ്ങൾ വരാവുന്ന സമയമാണ്. ബുദ്ധിഹീനതയോടെ പ്രവർത്തിച്ച് ചില ദോഷങ്ങൾ വരുത്താവുന്ന സമയം കൂടിയാണ് ചിങ്ങക്കൂറുകാർ. കർമ്മരംഗത്ത് അതുകൊണ്ട് തന്നെ അവർ വളരെ അധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. വ്യാഴം 11-ലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അഷ്ടമാധിപനും കൂടിയാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാം. ഇടത് ചാടിയുള്ള വാക്പ്രയോഗങ്ങളോ പ്രവൃത്തികളോ ഒക്കെ മൂലം ചില നിയമ നടപടികളിൽ ചെന്ന് പെട്ട് ധനച്ചിലവുകൾ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഇവർക്ക് പൊതുവെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് എടുത്തു ചാടിയുള്ള ചില വാക്പ്രയോഗങ്ങളൊക്കെ നടത്താവുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യാഴം 11-ാം ഭാവത്തിലുണ്ട്, അല്ലെങ്കിൽ വ്യാഴം 11-ലേക്ക് മാറി എന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വരാം. അതും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. വരവൊക്കെ ഉണ്ടാവും. വ്യാഴം 11-ലാവുമ്പോൾ വരവൊക്കെ ഉണ്ടാവും. പക്ഷേ 2-ാം ഭാവാധിപൻ 12-ൽ സഞ്ചരിക്കുന്ന ഈ സമയം ബുധൻ കർക്കിടകം രാശിയിലാണ്. അപ്പോൾ കിട്ടുന്ന ധനം പല കാര്യങ്ങൾക്കും തികയാതെ വരുന്നൊരവസ്ഥ കൂടി ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാവും. അതൊക്കെ വളരെയധികം സാഹസിക പ്രവൃത്തികൾക്കൊന്നും മുതിരരുത്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇനി അടുത്തത് കന്നിക്കൂറുകാരുടെ കാര്യം. ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. അവർക്ക് ശുക്രൻ 9-ാം ഭാവത്തിൽ, ബുധൻ 11-ൽ. ഇതൊക്കെ ഗുണം ചെയ്യും. ഉത്സാഹമൊക്കെ വർദ്ധിച്ച് പ്രവർത്തന മേഖലയിൽ ഗുണം ഉണ്ടാവുക, അതുമൂലം ധനവർദ്ധന ഉണ്ടാവുക, കർമ്മ മാറ്റം ഉണ്ടാകുക, പുതിയ പ്രവർത്തന ശൈലി ഉണ്ടാകുക, സന്താന ഗുണം, ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുക, ഇതൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. പക്ഷേ 12-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവാണ്. അപവാദങ്ങൾ ഉണ്ടാകാം, ശത്രുപീഡകൾ ഉണ്ടാകാം, മാനഹാനി ഇതൊക്കെ ഉണ്ടാവാം. യാത്രകളിൽ ശ്രദ്ധിക്കുക, പ്രവർത്തന മേഖലയിൽ ശ്രദ്ധിക്കുക. ഇതിലൊക്കെ ചില അപകടങ്ങൾ വരും. സഹോദര സ്ഥാനീയർ നിമിത്തം ചില ധനച്ചിലവുകൾ വരും. 7-ാം ഭാവത്തിൽ ശനിയാണ്. പങ്കാളിക്ക് അനുകൂലമല്ല, പങ്കാളിക്കും അനുകൂലമല്ല, നമുക്ക് പങ്കാളിയും അനുകൂലമല്ലാത്ത സമയം കൂടിയാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക, ഒന്നില്ലെങ്കിൽ കർമ്മ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ചില കലഹങ്ങൾ മൂലമോ ഒക്കെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക. ശത്രുക്കളുടെ അപവാദ പ്രചരണങ്ങൾ നിമിത്തം മനോധൈര്യം കുറയുക, കാര്യതടസ്സങ്ങൾ ഉണ്ടാവുക, നിയമ നടപടികളൊക്കെ നേടേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ 12-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമല്ല. അത് കേതുവും കൂടി ഉള്ളപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. ബുധൻ 10-ൽ, വ്യാഴം 9-ൽ ഒക്കെ സഞ്ചരിക്കുന്ന സമയം ഗുണമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ തുലാക്കൂറുകാർക്ക് ഗുണമാണ്. പരിവർത്തനങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ നിമിത്തം സന്തോഷം, ഭാഗ്യം ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയം. ബുധൻ 10-ൽ ഗുണമാണ്, പക്ഷെ അത് 12-ാം ഭാവാധിപനും കൂടിയാണ്. അതുകൊണ്ട് മനോധൈര്യം കുറയും.
ആശങ്ക വിട്ടൊഴിയുന്നില്ല കർമ്മമേഖലയിൽ. ധനവരവിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം, പ്രവൃത്തികളിൽ അലസത ഉണ്ടാക്കാം. എങ്കിലും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുക, അവരിൽ നിന്ന് ചില സന്തോഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകും. 10ാം ഭാവത്തിലേക്ക് ആദിത്യം വരുന്നതോടുകൂടി 10ാം ഭാവത്തിൽ ആദിത്യം വരുമ്പോൾ, കർക്കിടകത്തിൽ ആദിത്യന് ബലമില്ലെങ്കിലും 10ാം ഭാവത്തിലേക്ക് വരുമ്പോൾ തുലാക്കൂറുകാർക്ക് ഒരു കാര്യസിദ്ധി ഒക്കെ ഉണ്ടാകുന്ന സമയം. ശനിയാണെങ്കിൽ 6ാം ഭാവത്തിലാണ്. അപ്പോൾ കുറച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ അനുകൂലമാക്കാനായിട്ട്. കാരണം വ്യാഴം 9ലാണ്, ഭാഗ്യഭാവത്തിൽ വ്യാഴമാണ്. ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ്. ശുക്രൻ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ലഗ്നാധിപനാണ് ശുക്രൻ, ചന്ദ്ര ലഗ്നാധിപനാണ് ശുക്രൻ. 8ൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ഷാഠ്യ ബുദ്ധിയൊക്കെ കൂട്ടാം, അതുമൂലം ചില ശത്രുക്കളെ സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദേഷ്യത്തെയൊക്കെ കോപത്തെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. കർമ്മരംഗത്ത്, കുടുംബ ബന്ധത്തിൽ ഒക്കെ വളരെയധികം ശ്രദ്ധയോടെ തുലാക്കൂറുകാർ മുന്നോട്ട് പോകേണ്ട സമയം. ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ തുലാം രാശിക്കാർക്ക് ഭാഗ്യം ചെയ്യുന്ന സമയം തന്നെ, ഭാഗ്യം തരുന്ന സമയം തന്നെയാണിപ്പോൾ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ചില മനോധൈര്യമൊക്കെ കുറയുന്ന, ചില കാര്യങ്ങളിൽ മനോധൈര്യമൊക്കെ കുറയുന്ന സമയം തന്നെയാണ്. കാരണം ബുധൻ 12ാം ഭാവാധിപനാണ്, അത് 10ൽ സഞ്ചരിക്കുമ്പോൾ ധനവരവിന് ചില തടസ്സങ്ങൾ ഉണ്ടായതിനു ശേഷം ധനമൊക്കെ വരും. പ്രവൃത്തികളിൽ ചില അലസത വരാം, മറ്റുള്ളവരുടെ വിമർശനങ്ങളേറ്റോ കർമ്മരംഗത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. എങ്കിലും പൊതുവേ ഒരു കാര്യസിദ്ധിയും ഒക്കെ ഈ കർക്കിടകം രാശിയിലേക്ക് ആദ്യത്തെ മാറുന്നതോടുകൂടി ഉണ്ടാവും. ശരീരത്തിനാണെങ്കിൽ ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാവും. ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വലിയ അനുകൂലമുള്ള സമയം തന്നെയാണ് തുലാക്കൂറുകാർക്ക്. അടുത്ത വൃശ്ചികക്കൂറുകാരുടെ കാര്യം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. ശുക്രൻ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം പങ്കാളിക്ക് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കുടുംബ സമാധാനം കുറയും, വേർപെട്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. കർമ്മരംഗത്ത് കൂടുതൽ ആത്മവിശ്വാസം ആരിലും അർപ്പിക്കരുത്. സൗഹൃദങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കരുത്. അത് മനോവിഷമതകൾ ഉണ്ടാക്കി തരുന്ന സമയമാണ്. വ്യാഴമാണെങ്കിൽ 8ലാണ്. 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴം ധനപരമായ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ യോഗം തരുന്നതാണ്. പിന്നെ മക്കളെ കൊണ്ടുള്ള മാനസിക വിഷമതകൾ, അവർക്ക് ചില ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. 5ാം ഭാവാധിപൻ അഷ്ടമത്തിൽ കിടക്കുമ്പോൾ മക്കൾക്ക് ഈശ്വരാധീനം ഇല്ലാത്ത സമയമാണ്. നമുക്കും പൂർവ്വ പുണ്യ ഗുണം ഇല്ലാത്ത സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് ഒരു ആത്മീയതയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയേണ്ട സമയം തന്നെയാണ്. എങ്കിലും ഈ 2ാം ഭാവാധിപനാണ് വ്യാഴം, അത് അഷ്ടമത്തിൽ കിടക്കുമ്പോൾ ജാതകത്തിലും കൂടി ഇത് അനുകൂലമാണെങ്കിൽ അപ്രതീക്ഷിത ധനലാഭം, ഭൂമി ലാഭം ഇതൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആരോഗ്യരംഗത്താണെങ്കിൽ ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് അലട്ടാവുന്ന സമയമാണ്. 10ാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വയും കേതുവാണ്. വൃശ്ചികക്കൂറുകാരുടെ ലഗ്നാധിപനാണ് ചൊവ്വ, ചന്ദ്രലഗ്നാധിപനാണ് ചൊവ്വ. അപ്പോൾ കർമ്മരംഗത്തൊരു പ്രവൃത്തി സാമർഥ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ കേതുവും കൂടി 10ാം ഭാവത്തിൽ കിടക്കുമ്പോൾ ചില ദുരിതാനുഭവങ്ങളും കൂടി നേരിട്ടതിന് ശേഷമാണ് ഉണ്ടാവുള്ളൂ. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ താമസങ്ങൾ വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും ഈ കേതു കിടക്കുമ്പോൾ. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. 9ാം ഭാവത്തിലാണ് അവർക്ക് ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഭാഗ്യസ്ഥാനത്താണ്. മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല, പ്രത്യേകിച്ച് പിതാവിന് അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്കൊക്കെ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം. ദാമ്പത്യത്തിൽ പ്രണയ വിഷയങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ഇവരുടെ 3ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ദൃഢനിശ്ചയം, പിടിവാശിയൊക്കെ കൂടുന്ന സമയമാണ് ധനുക്കൂറുകാർക്ക്. ശുക്രനാണെങ്കിൽ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ സ്വന്തം കാര്യം നേടാൻ പ്രാപ്തിയൊക്കെ ഉണ്ടാവും, പ്രവർത്തന ഗുണം ഉണ്ടാവും. അതൊക്കെ വരുമാന വർധനവിന് കാരണമാക്കും. ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ ഉള്ള സമയം കൂടിയാണ്. ശനി 4ലാണ്. ശനി 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കടബാധ്യതകൾ കൂടാവുന്ന 2.5 വർഷമാണ്, ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കടബാധ്യത കൂടാം. പിന്നെ സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ നമ്മളോട് ചെറിയ നീരസമൊക്കെ തോന്നാവുന്ന സമയമാണ്. ഉള്ളിൽ ഇഷ്ടമുണ്ടാവില്ല,
പുറത്ത് വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ അവരുടെ ഉള്ളിൽ ചില അനിഷ്ടങ്ങളൊക്കെ വരുത്താവുന്ന സമയമാണ്. പിന്നെ കർമ്മരംഗത്താണെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ചില മനസ്വസ്ഥത കുറയ്ക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ ധനപരമായ കാര്യങ്ങൾക്ക് ഇതൊരു തടസ്സമാവില്ല. കുറച്ച് സ്വാർത്ഥത കുറയ്ക്കുക. 9-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുമ്പോൾ സ്വാർത്ഥത കൂടുന്ന സമയമാണ്. അതുമൂലം ചില പ്രശ്നങ്ങളും വരാവുന്ന സമയമാണ്. അതുകൊണ്ട് കുറച്ച് സ്വാർത്ഥത കുറയ്ക്കുക. 7-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. മാതൃസഹായമൊക്കെ ലഭിക്കും. ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കും. ശ്രദ്ധിക്കേണ്ടത് ശനി 4-ലാണ്. അപ്പോൾ കടബാധ്യതകളിൽ ചെന്ന് ഒരുപാട് ചാടാതിരിക്കാനായിട്ട് ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മകരക്കൂറുകാരുടെ കാര്യം. ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഇവർ ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ചില ദുരിതങ്ങൾ, അത് നിയമ നടപടികൾ ചെന്ന് വരെ കൊണ്ടുചെന്ന് എത്തിക്കാവുന്ന സമയമാണ്. കാരണം വ്യാഴം 6-ലാണ്, ഈശ്വരാധീനം കുറവുള്ള സമയമാണ്. അപ്പോൾ ആരോഗ്യരംഗത്താണെങ്കിൽ ഉദരരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ അലട്ടാം. എങ്കിലും ഇവരിപ്പോൾ ബുദ്ധിപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ്. വ്യാഴം 6-ലാണ്. സാമ്പത്തിക ചിലവുകൾ ഒഴിവാക്കപ്പെടാനാവില്ല. ശത്രുക്കൾ മൂലം ധനച്ചിലവുകൾ വരാവുന്ന സമയം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാക്കുകൾ മൂലം ശ്രദ്ധിക്കുക. ശത്രുക്കൾ മൂലം നിയമ നടപടികൾ, അതുമൂലം ധനച്ചിലവുകൾ ഒക്കെ വരാവുന്ന സമയമാണ്. 8-ാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വയും കേതുവാണ്. അപ്പോൾ അപകട സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. കുടുംബത്തിലെ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. മുറിവ്, പൊള്ളൽ, ശാരീരിക ക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇവരുടെ പിതൃഭാവങ്ങൾ അത്ര അനുകൂലമല്ല. അവർക്ക് വേണ്ടിയിട്ട് ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ്. എങ്കിലും 5-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. 5-ാം ഭാവം 5-ൽ സഞ്ചരിക്കുമ്പോൾ സന്താന ഗുണമുണ്ട്. ഒരു ദേവീ കടാക്ഷമൊക്കെ ഉള്ള സമയം, ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാവുന്ന സമയം ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ എങ്കിലും ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. അതുമൂലം ചില പ്രശ്നങ്ങളൊക്കെ വരാവുന്ന സമയം കൂടിയാണ് മകരക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത കുംഭക്കൂറുകാരുടെ കാര്യം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരിട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. വ്യാഴം 5-ൽ, 2-ഉം 11-ഉം ഭാവാധിപനാണ്. അപ്പോൾ ധനവരവ്, കർമ്മസ്ഥാന പ്രാപ്തി. ശുക്രനാണെങ്കിൽ 4-ൽ, 4-ാം ഭാവാധിപൻ 4-ൽ, 9-ാം ഭാവാധിപൻ 4-ൽ. അപ്പോൾ കുടുംബ സൗഖ്യവും വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ഗുണവും, ഉന്നത സ്ഥാന പ്രാപ്തിയും, ധനപരമായിട്ട് ഗുണവും, മറ്റുള്ളവരുടെ ഇടയിലെ ബഹുമാന അംഗീകാരമൊക്കെ, വാഹനയോഗം, മേലാധികാരികളുടെ പ്രശംസ ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ നല്ല ഗുണമാണ്. അവരുടെ ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാവുന്ന സമയം. ത്വക്ക് രോഗങ്ങൾ, ബുധൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ത്വക്ക് രോഗങ്ങൾ അലട്ടാം, അലർജി രോഗങ്ങൾ അലട്ടാം. ലഗ്നത്തിലാണെങ്കിൽ സർപ്പം സഞ്ചരിക്കുന്നു, അപ്പോൾ ശിരോരോഗങ്ങൾ അലട്ടും. കുടുംബത്തിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരും. 2-ാം ഭാവത്തിൽ ശനിയാണ്. ശനിയുടെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ ധനച്ചിലവുകൾ വിട്ടൊഴിയുന്നില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ധനച്ചിലവുകൾ വേണ്ടി വരും. പരോപകാരിയായിരിക്കും. വിദ്യാഗുണമുണ്ട്. ധർമ്മിഷ്ഠമായിട്ട് പ്രവർത്തിക്കും. കർമ്മമേഖലയിലാണെങ്കിൽ ഇവർക്കിപ്പോൾ ഓരോ ആഗ്രഹ സഫലീകരണമൊക്കെ നടക്കാവുന്ന സമയം. ശ്രദ്ധിക്കേണ്ടത് 7-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവുമാണ്. നിവർത്തി സ്ഥാനത്ത് ചൊവ്വയും കേതുവാണ്. ചൊവ്വ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് കൂട്ടു സംരംഭങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ 7-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരാവുന്ന സമയമാണ്. അത് ചിലപ്പോൾ കൂട്ടു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരിൽ നിന്ന് അകൽച്ചയുണ്ടാവാം, ഒറ്റപ്പെടലുണ്ടാവാം, മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരാം. ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ വ്യാഴവർക്ക് 5-ാം ഭാവത്തിലും ശുക്രൻ 4-ാം ഭാവത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന സമയം ഗുണമാണ്. അപ്പോൾ ഇതൊക്കെ വക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മീനക്കൂറുകാരുടെ കാര്യം. ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. അവർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വീടുമായി ബന്ധപ്പെട്ടുള്ള വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കാനുള്ളത് കൊടുക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്യാം. വാഹനയോഗം ഇതൊക്കെ നല്ല വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. ബുധൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഒരു ഉന്മേഷവും ഈശ്വരഭക്തിയും ധനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ്. ഇതൊക്കെ ആണെങ്കിലും ആരോഗ്യപരമായിട്ട് ഇവർക്ക് അനുകൂലമല്ല. ലഗ്നത്തിൽ ശനിയാണ്, 12-ൽ സർപ്പമാണ്. പ്രവർത്തന മേഖലകളിൽ അലസത ഉണ്ടാക്കും.
അധ്വാനത്തിനനുസരിച്ച് ഫലപ്രാപ്തി കിട്ടാതെ വരും. ജന്മദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗം. ചൊവ്വയാണെങ്കിൽ 6-ൽ ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അതുമൂലം മനോവിഷമതകൾ അനുഭവിക്കേണ്ടി വരും. ചില വിമർശനങ്ങൾ നമ്മുടെ മനോധൈര്യം കെടുത്തുന്ന സമയമുണ്ട്. പിന്നെ വാതരോഗങ്ങൾ, ആരോഗ്യകാര്യത്തിലാണെങ്കിൽ വാതരോഗങ്ങൾ അലട്ടാം. ഗർഭാശയ രോഗങ്ങൾ, അർശ്വരോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ഇതൊക്കെ മീനക്കൂറുകാർക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവരുടെ മാതാവിനും അത്ര തന്നെ ആരോഗ്യപരമായിട്ടൊന്നും അത്ര അനുകൂലമായ സമയമല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ലഗ്നത്തിൽ ശനിയാണ്. അപ്പോൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്. അത് മനസ്സിലാക്കി കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.